Good morning, welcome back to our channel. രാവിലെ തൊട്ടിട്ട് ഭയങ്കര കാറ്റാണ്, അതുകൊണ്ട് തന്നെ മഴയും ഈ കാറ്റ് കൊണ്ടുപോകും. വെയിലും ഉണ്ട് ഈ സമയത്ത് തന്നെ. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഗോതമ്പ് ദോശയും സാമ്പാറുമാണ് ഉണ്ടാക്കുന്നത്. അതേ സമയത്ത് തന്നെ ചായ ഇട്ട് കുടിച്ചു. ഹായ് ഗായ്സ്, അപ്പം രാവിലത്തെ കുറേയൊക്കെ പണിയൊക്കെ ഒതുങ്ങി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചില്ല, ഏട്ടന് കൊടുത്തു. പിന്നെ നിക്കി ഉണന്നു. നിക്കിനെ ഒന്ന് രാവിലെ തന്നെ കുളിപ്പിച്ചു, കാരണം ഇന്ന് എനിക്ക് വേസ്റ്റ് കളയാനുണ്ട്. അപ്പം ചില സമയത്ത് ഞാൻ ഇവളെ കൊണ്ട് കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വേസ്റ്റ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് അവളെ നേരത്തെ എണീപ്പിച്ച് കുളിപ്പിച്ചു. പിന്നെ ഇപ്പം ഏട്ടൻ പോയിട്ടുണ്ട്. പിന്നെ എനിക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. രാവിലെ ഗോതമ്പ് ദോശയും സാമ്പാറും ആയിരുന്നു. ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ്. പിന്നെ രാവിലെ എണീറ്റിന് ഇത് പരത്തണ്ടേ എടുക്കണ്ടേ എന്നൊക്കെ വിചാരിച്ച് ഞാനത് ഉണ്ടാക്കിയില്ല. പിന്നെ സാമ്പാർ വെച്ചു. രാവിലത്തെ ചായ കുടിച്ചു ഞാൻ. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എനിക്ക് ഇവിടെ ബാൽക്കണി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിക്കി ഹായ് ഹായ് കൊടുക്ക. ഹായ് പറ. പറയൂ, എടുത്തേരെ. അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് പറ. ഇപ്പോൾ ഹൈദരാബാദിൽ ഒരു ചൂടിന് അല്പം ആശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ മഴ ഒരു 2 ആഴ്ചയായി പെയ്തിട്ട്. ആദ്യം ഞാനിവിടെ വന്നപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാവശ്യം വന്നപ്പം ഭയങ്കര ചൂടായിരുന്നു. നമുക്ക് കിടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ചൂടായിരുന്നു. അതിനിടയ്ക്ക് ഒരു മഴ പെയ്ത് അപ്പം നമ്മുടെ ചൂടൊക്കെ കുറഞ്ഞു. പിന്നെ ഒരു മഴയും കൂടെ പെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഇച്ചിരി ചൂട് കൂടാൻ തുടങ്ങി. ആദ്യത്തെ മഴ പെയ്തപ്പോൾ ചൂടിന് നല്ല ആശ്വാസം വന്നായിരുന്നു കേട്ടോ. കാരണം ഒരു തണുപ്പ് നമ്മുടെ ഇടുക്കിയിലേക്ക് ഒരു ഫീല് പോലെയൊക്കെ വന്നായിരുന്നു. പക്ഷെ ഇപ്പം വീണ്ടും ചൂട് കൂടി വരുന്നുണ്ട്. ഇപ്പം ഭയങ്കര കാറ്റാണ് മെയിനായിട്ട്. കാറ്റ് കാരണം മഴ പെയ്യുന്നില്ല, അതാണ് ഇവിടുത്തെ അവസ്ഥ. വൈകിട്ടൊക്കെ മൂടി കെട്ടി വരും, പക്ഷെ പെയ്യുന്നില്ല. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നിക്കി ഇവിടെ നിൽപ്പുണ്ട്. നിക്കിയും ഒരു ദോശയൊക്കെ കൊടുത്ത് ഞാൻ അവിടെ ഇരുത്തിയേക്കാണ്. അവള് കഴിക്കാൻ സമ്മതിക്കാറില്ല പൊതുവേ. അവൾക്ക് ഞാൻ എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ നിലത്തിറങ്ങിയിരിക്കണം, അങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സാമ്പാറും ദോശയും. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചു. ഇനി വിചാരിച്ചു ഞാൻ ചായ ഇട്ടു, സ്വസ്ഥമായിട്ടൊരു ചായ കുടിക്കാറ്. സാധാരണ രാവിലെ ഏട്ടന് ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഹറിബറിയായിട്ട് ചായ കുടിക്കുക ചെയ്യുന്നത്. കാരണം പണിയുടെ ഇടയ്ക്ക് ഇരുന്ന് ചായ കുടിക്കാനുള്ള സമയം കിട്ടാറില്ല. അതെടുത്തോ, എടുത്തോ. കാട് മാംഗോ. അപ്പം നിന്ന് ചായ കുടിക്കാന്ന് വിചാരിച്ചു. പക്ഷെ സ്വസ്ഥമായിട്ട് ആസ്വദിച്ച് കുടിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ എന്നാലും ഒന്ന് പണിയൊന്നും എടുക്കാതിരുന്നിട്ട് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാനിപ്പം അരി അടുപ്പത്ത് വെച്ചു. രാവിലെ സാമ്പാറുണ്ട്, അത് ഉച്ചത്തേക്ക് പോകും, വൈകിട്ടത്തേക്കും ഒക്കെ ഒക്കുമായിരിക്കും. പിന്നെ ഇന്നലത്തെ ക്യാരറ്റ് തോരഞ്ഞെടുപ്പുണ്ട്. അപ്പം നമുക്ക് ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അത് കേടായി പോകുമെന്ന് വിചാരിച്ച് ഞാൻ ഇച്ചിരി മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കണം അതിന് സെറ്റായോ പോയോ ഇല്ലയോ എന്നൊക്കെ. പിന്നെ ഞാൻ ഇന്ന് ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അടുപ്പത്തിരിപ്പുണ്ട്. അതൊന്ന് രാവിലെ അത് നമ്മൾ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്ത് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് മൂപ്പിച്ച് വെച്ചായിരുന്നു. ഇത് ഒന്ന് ശരിക്കും ആക്കിയെടുക്കണം. അരി അടുപ്പത്തിട്ടു, അതൊക്കെ കഴിഞ്ഞു. ഇനി അതൊക്കെ വേഗം വരെ വെയിറ്റ് ചെയ്യണം. പിന്നെ ഇനി ഇവിടെയൊക്കെ വൃത്തിയാക്കണം, അവിടെ തുറക്കണം. വേസ്റ്റ് വരുമ്പോൾ മെയിനായിട്ട് വേസ്റ്റ് കളയണമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഞാൻ നേരത്തെ കുളിപ്പിച്ചത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേസ്റ്റ് വേണ്ടി വരും. പിന്നെ എനിക്ക് ചാടി പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടൊക്കെയാണ്. ഇന്നത്തെ എൻ്റെ ഹെയർ കെയറിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്കാണ് മുടി വാഷ് ചെയ്യാറുള്ളൂ. അപ്പം ഇതിവിടെ എന്ന് പറിച്ചാൽ പേരയിലയാണ്. പിന്നെ ഞാനിത് വീട്ടിൽ നിന്ന് ഉണക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ചെമ്പരത്തി പൂവിൻ്റെ ഇതാണ്. അപ്പം അതെല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സത്തൊക്കെ ഇളകിക്കോളും. അപ്പം ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചാൽ മതി. അപ്പോൾ സത്തൊക്കെ ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് അത് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കാവുന്നതാണ്. നിക്കി ഉറങ്ങി. ഞാൻ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞു. പിന്നെ അവൾ നിലത്ത് കിടത്തിയിട്ടാണ് ഞാൻ പോയത്.
പിന്നെ ഞാൻ തറയൊക്കെ തുടച്ചിട്ടു. എനിക്ക് നിലത്ത് കിടന്നുറങ്ങുന്ന കാണിച്ചത്. അവൾ അവിടെ കിടന്നുറങ്ങുകയാണ്. ഞാൻ തറയൊക്കെ തുടച്ചിട്ടിട്ട് ഞാൻ വിചാരിച്ചു ഇനി കുളിക്കണം. തലയൊക്കെ 2 ദിവസമായി കഴുകിയിട്ട്. അപ്പോൾ തലയൊക്കെ കഴുകി ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്ന് മുഖത്ത് കുറച്ച് മഞ്ഞൾ തൈരും കൂടെ മിക്സ് ചെയ്ത് തേക്കാമെന്ന് വിചാരിച്ച് ഇരിക്കുകയാണ്. അപ്പം ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഞാൻ മഞ്ഞൾ ഉണക്കി കൊണ്ടുവന്നതാണ്. എന്നിട്ട് ഞാനിവിടെ വന്നിട്ടത് പൊടിച്ചെടുത്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൈര് മേടിച്ചതിൻ്റെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്ത് അങ്ങ് തേക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ നാൽപ്പാമരാതിയുടെ എണ്ണ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് തേക്കാറുണ്ട്. ദേഹത്തൊക്കെ തേച്ച് നിക്കിക്കും തേച്ച് കൊടുക്കും. അത് കുഴപ്പമില്ലാത്ത ഒന്നാണ്. അപ്പം അവൾക്ക് ഞാൻ തേച്ച് കൊടുക്കാറുണ്ട്. അതാകുമ്പോൾ നമുക്ക് വേറെ പ്രൊഡക്റ്റ് ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ഒന്ന് സ്കിന്നൊക്കെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ്. അപ്പം ഞാൻ ഹെയർ കെയറിന് വേണ്ടിയിട്ട് എടുത്ത ഇത് തണുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ബോട്ടിലാക്കിയിട്ട് തലയിൽ തേച്ച് കുറച്ച് നേരം വെച്ചിട്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ട്. മുടിയിൽ ഹെയർ ഫാൾ ഭയങ്കര കൂടുതലാണ്. കാരണം ഞാനിപ്പോൾ ശ്രദ്ധിക്കാറേ ഇല്ല. മുടി ഭയങ്കര നീട്ടവും കുറഞ്ഞു. ഭയങ്കരമായിട്ട് ഒരു ദിവസം തന്നെ ഒരു മുടി പോകും. ഇപ്പോൾ മുടി കഴുകിയാലും ഇല്ലേലും ഒക്കെ പോകും. ഷാമ്പൂ ഒക്കെ ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. കാരണം നേരത്തെ ഞാനൊരു 3-4 ദിവസം ഇടവിട്ടിട്ടൊക്കെയാണ് തല കഴുകിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് കുളിക്കാൻ അങ്ങ് തോന്നിയിട്ട് ഞാൻ കുളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം, ക്ലോറിൻ വെള്ളം കൂടെയാണല്ലോ. തരിച്ച് വെച്ച് കളഞ്ഞിട്ടും അത് അങ്ങ് സെറ്റാവുന്നില്ല. പിന്നെ ഈ ബോട്ടിലാക്കിയിട്ടുണ്ട് ഞാനത്. എന്നിട്ട് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം. ഈ ബോട്ടിൽ എന്ന് പറയുന്നത് ഞാൻ റോസ്മേരിയുടെ ഇല മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ബോട്ടിലിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഒരു 180 രൂപയുടെ റോസ്മേരി മേടിച്ചു. കാരണം ഈ ബോട്ടിലാണെങ്കിൽ നമുക്ക് എണ്ണയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ തലയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ച് മേടിച്ചത്. റോസ്മേരിയുടെ ലീവ്സ് ഡ്രൈ ആയിട്ടുള്ളതാണ് മേടിച്ചത്. ആമസോണിൽ നിന്നാണ് മേടിച്ചത്. പക്ഷേ അത് ഞാൻ നാട്ടിൽ വെച്ചിട്ട് ഉപയോഗിച്ചിട്ടും എനിക്ക് ഭയങ്കര ഹെയർ ഫാളായിരുന്നു. അത് ഉപയോഗിക്കുന്ന അന്ന് തുടങ്ങിയതാണെന്ന് തോന്നുന്നു എനിക്ക് ഇത്രത്തോളം ഹെയർ ഫാള്. വേറെ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ്റെ അങ്ങനെയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്കത് സ്യൂട്ടബിളായിട്ട് തോന്നുന്നില്ല. എൻ്റെ ഹെയറിൻ്റെ പ്രശ്നമായിരിക്കാം, അതോ വേറെ എന്തെങ്കിലും ആണോ എന്നും അറിയത്തില്ല കേട്ടോ. പിന്നെ ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഹെയർ ഫാൾ ആണല്ലോ, അന്നത് അതിൻ്റെ കൂടെ അങ്ങ് വന്നോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ നാട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇടയ്ക്ക് തല കഴുകാൻ നേരത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതെന്താണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം. ഇപ്പം നമുക്ക് ഹോസ്റ്റലിൽ കഴിയുന്നവരോ അല്ലെങ്കിൽ ഇച്ചിരി മാറി നിൽക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നന്നായിട്ട് ഹെയറൊക്കെ സംരക്ഷിച്ചാൽ നല്ല പോലെ മുടി വളരും. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അത്രത്തോളം കെയറും ചെയ്യത്തില്ല. പിന്നെ അതിന് നമുക്ക് സമയവും കാണത്തില്ല. അതൊക്കെ സമയമൊക്കെ കണ്ടെത്തി നമ്മൾ ചെയ്യണം. പക്ഷെ എല്ലാവർക്കും നമുക്കത് പോസിബിൾ അല്ലാന്ന് എനിക്കറിയാം. കാരണം നമുക്കെന്ന് പറയുന്നത് അവരുറങ്ങുന്ന കുറച്ച് സമയമായിരിക്കും കിട്ടുള്ളൂ. ആ സമയത്തായിരിക്കും നമുക്ക് വീട്ടിൽ ജോലി മറ്റേതും മറിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടാവുക. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം നമുക്ക് കിട്ടണില്ല. അത് തന്നെയാണ് മെയിൻ പ്രശ്നം. നമ്മൾ മാനസികമായിട്ട് നമുക്കെന്ന് പറയുന്ന ഒരു സമയമില്ലെങ്കിൽ നമ്മൾ തന്നെ ആകെ ഡൗൺ ആയി പോകും. അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക്, അല്ലെങ്കിൽ അത്രയും സപ്പോർട്ടായിട്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ വേണം. അതില്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടായി പോകും.
എനിക്ക് തോന്നുന്നു അവൾ എണീറ്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. ഒരാള് എണീറ്റ് വരുന്നു ഉറക്കത്തിന്ന്. ഇതെന്താ എണീറ്റ് വന്നെ? ഒന്നുണ്ടായിന്നോ? നിലത്ത് കിടത്തി കഴിഞ്ഞ് അവള് തന്നെ എണീറ്റ് വരും. പക്ഷെ കട്ടിലൊക്കെ ആണെങ്കിൽ അവൾ എണീക്കത്തില്ല. എന്നിട്ട് അവിടെ ഇരുന്ന് കരയാ ചെയ്യാറ്. അമ്മയുടെ എന്നെ കാണിച്ചു വെച്ചേക്കുന്നേന്നാണോ നോക്കണേ? അമ്മ ചുന്ദരിയായില്ല. അവക്കും അറിയാതെ തലയെ തേക്കുന്നതാണോ? ഇനി പോരി പിന്നെ കിടന്നിറങ്ങടി. അവിടെ പുറത്തെന്തോ ജാഥ പോലെ നടക്കുന്നുണ്ടോ, അമ്പലത്തിൽ നിന്നോ പള്ളിയിൽ നിന്നോ എന്തെങ്കിലും ആയിരിക്കും. അത് അടഞ്ഞു പോയി എനിക്ക് കിട്ടാം. ഇതെന്തിനാ? തലയിൽ തേക്കാനാണോ? പിന്നെ തേക്കാൻ എനിക്ക് കുളിച്ചതല്ലേ? വേണ്ട വേണ്ട. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു. പിന്നെ ഞാൻ മിക്കിയും കൂടെ കുറച്ച് നേരം കളിയാണ്. കുറേ ഇങ്ങനത്തെ കാർഡ്സ് മേടിച്ചിട്ടുണ്ട്. എനിക്ക് കുഞ്ഞിലേ മേടിച്ചതാണ്. പക്ഷെ ഇപ്പോഴാണ് ഇവിടുന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത്. ഞാൻ രണ്ടുപേരും കളിയാണ്. ഏട്ടനോട് കിടന്ന് ഉറങ്ങുന്നതാണ്. വാതിൽ ലോക്ക് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ അവൾ കണ്ണ് തെറ്റിയാൽ ചാടി അങ്ങോട്ട് പോകും. അങ്ങനെ ഏട്ടൻ പോയി. ഇവക്ക് കുറച്ച് കുറുക്ക് കൊടുത്തു. ഞാൻ ചായ കുടിച്ചു. ഇനി എനിക്ക് കുറച്ച് വർക്ക്സ് ഉണ്ട്. കുറച്ച് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ജോബിന് എന്തെങ്കിലും അപ്ലൈ ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇവളൊന്ന് ഉറങ്ങുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പം ഇവളൊന്ന് ഉറക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളോട് ചെയ്യണം. അപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ലാപ്ടോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പാലും കൊടുത്തോണ്ട് നോക്കാമെന്ന് വിചാരിച്ചാണ്.